ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്താണ് എല്ലാവരുടെയും വിശേഷം? അൽഹംദുലില്ലാഹ്, ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നിങ്ങൾ സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈവനിങ് വ്ളോഗാട്ടോ. ഞങ്ങളിങ്ങനെ വെറുതെ ഇന്ന് സംസാരിച്ചിരുന്നപ്പോൾ നമുക്ക് പൊറോട്ടയും ചിക്കനും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ മുത്തിന് പൊറോട്ട ഉണ്ടാക്കാൻ അറിയില്ല. മറ്റുള്ള ഹെൽപ്പൊക്കെ എന്ന് ചെയ്ത് തരും, പൊറോട്ട ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. പക്ഷെ ഇവിടെ താത്താടെ മോളുണ്ടായിരുന്നു. ഈ പറഞ്ഞ എനിക്കും അറിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ അവൾക്ക് എന്നിട്ട് അറിയാം കേട്ടോ, താത്താടെ മോൾക്ക് എന്നിട്ട് അറിയാം. അപ്പോൾ അവളും കൂടി ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഈ ചിക്കനൊക്കെ വാങ്ങിക്കാൻ പോയി സാഹസത്തിന് റെഡിയായിട്ട് മൂപ്പര് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടു കേട്ടോ. അപ്പോൾ വരുന്ന വഴിക്ക് കയ്യിലൊരു ചെടി ഉണ്ടായിരുന്നു. അത് പിന്നെ പറമ്പിലൊക്കെ വേണ്ടാത്ത ചെടിയൊക്കെ, ആർക്കും വേണ്ടാത്ത ചെടിയൊക്കെ കണ്ട് അതൊക്കെ പറിച്ചു കൊണ്ടുവരും. എന്നിട്ട് അതൊക്കെ ഇവിടെ കൊടുന്നിട്ട് കുഴിച്ചിരും. ഇത് നമുക്ക് ആകെ ഒരു ഇത്തിരി സ്ഥലമേ ഉള്ളൂ, അത് ഫോറസ്റ്റ് ആക്കും എന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലാട്ടോ എൻ്റെ മുത്തു. അപ്പോൾ അത് കുഴിച്ചിടാൻ നിൽക്കുകയാണ്. അത് എന്താണെന്നറിയാം, ഈ ശവന്നാറി ഇല്ലേ, ഞങ്ങൾ അങ്ങനെ പറയാം കേട്ടോ. ശവന്നാറി എന്ന് പറഞ്ഞൊരു പൂവുണ്ട്, അതൊക്കെ വീട്ടിലുണ്ടായിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ പറിച്ച് കളയുന്ന സാധനമാണ്. എവിടെ നിന്നൊക്കെയോ എടുത്ത് കൊടുന്നിട്ട് പറമ്പിൽ നിന്ന് റോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കിട്ടിയിട്ടില്ലാണ്. അപ്പോൾ അത് കൊടുന്ന് കുഴിച്ചിടുക കേട്ടോ. അപ്പം ഞാനത് വേണ്ടാന്ന് പറഞ്ഞാലും അതൊന്നും കേൾക്കാൻ ഉദ്ദേശമൊന്നുമില്ല. അതൊക്കെ അവിടെ കുഴിച്ചിടുന്ന തീരുമാനത്തിൽ തന്നെയാണ്. എന്ത് കണ്ടാലും ഇപ്പോൾ ബട്ടറിൻ്റെ കുരു, അവക്കാഡോയില്ല, അതിൻ്റെ കുരു കണ്ടിട്ട് അത് കിട്ടിയപ്പോൾ അതും കൊണ്ട് കുഴിച്ചിട്ടിട്ട് ഇപ്പോൾ ഒരു ഇതായിട്ടുണ്ട്. പിന്നെ പിയൂര് മാങ്ങയല്ലേ, അങ്ങനെ അതിന് എന്ത് സംഭവം ഉണ്ടെങ്കിലും തൊട്ടടുത്തടുത്ത് വെച്ച് കുഴിച്ചിടുക. അപ്പം ഞാൻ പറയും, ഇതൊന്നും വളരാനുള്ള സ്ഥലം ഇവിടെ ഇല്ല, വീടൊക്കെ പൊളിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ പറയും, ഞാൻ അവിടെ മൊത്തം ഓരോ മരങ്ങളൊക്കെ കുഴിച്ചിട്ടിട്ട് മരമൊക്കെ വലുതായ നിനക്ക് അതിൻ്റെ മുകളിൽ ഞാൻ വീടുണ്ടാക്കി തരേണ്ടതെന്ന്. ഓക്കെ. അപ്പോൾ അങ്ങനെ കേട്ടോ അവരുടെ പ്ലാന്. അത്രയും അതൊന്നും ഒഴിവാക്കാൻ പ്ലാനല്ല, വീടില്ലെങ്കിലും വേണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കുഴിച്ചിടാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇത് അങ്ങനെ കുഴിച്ചിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കിച്ചണിലേക്ക് കയറണ്ടേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു, പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെയും ജ്യൂസാക്കാനുള്ള പ്ലാനിലാണ്. അപ്പോൾ അങ്ങനെ ചിക്കൻ കൊണ്ടിട്ട് നമുക്ക് ഇത്തിരി കറി വെക്കുക, പിന്നെ കുറച്ച് ഫ്രൈ ആക്കാമെന്ന് പറഞ്ഞു. കാരണം ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഫ്രൈ ആക്കിയതോ അല്ലെങ്കിൽ ഇങ്ങനെ തിക്ക് ഗ്രേവിയുള്ള കറിയില്ലേ, അപ്പോൾ അതൊക്കെ ആട്ടോ ഇവിടെ ഇഷ്ടം. പക്ഷേ നമ്മൾ എന്താ പറയുക, മുത്തിന് നല്ല കറി വേണം, അങ്ങനൊരു പ്രശ്നമുണ്ട്. അപ്പോൾ പിന്നെ പൊറോട്ടയ്ക്ക് കറി ഇല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര ഡ്രൈ ആവില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കറി വെക്കാം. കൂടുതൽ കറി വെക്കണ്ട, കുറച്ച് കറി വെച്ചിട്ട് കൂടുതൽ ഫ്രൈ ആക്കാമെന്നുള്ള പ്ലാനിലായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും വെളുത്തുള്ളിയൊക്കെ ചതക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കൂടെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല പൊടി, അതുപോലെ പെരുംജീരകം അതൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കുക കേട്ടോ. ഇനി ഇതിൽ കുറച്ച് ചെറുനാരങ്ങ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്, പിന്നെ വേപ്പില ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് സുർക്കയും കുറച്ച് എണ്ണയും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ആക്കുമ്പോൾ. പിന്നെ ഞാൻ ഇതിൽ ഉണങ്ങിയ ചെറുനാരങ്ങയില്ല, അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു മസാലപ്പൊടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ ഒരു വേറെ എന്തൊക്കെയോ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ, തന്തൂരിയുടെ ചിക്കൻ അങ്ങനെ എന്തൊക്കെ ഒരു ടേസ്റ്റ് ആട്ടോ വരിക. അപ്പോൾ അത് ഞാൻ ഫ്രൈ ചെയ്യുന്നതിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എല്ലാതും കൂടി മിക്സ് ആക്കിയിട്ട് കണ്ടില്ല, ഓൾമോസ്റ്റ് കൂടുതൽ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിക്കണേ, കുറച്ച് മാത്രം കറി വെക്കാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ഞാൻ കായം പുരട്ടലാണ്. ഇതൊക്കെ ഞാൻ ചെയ്ത് കൊടുത്തു, കാരണം പൊറോട്ടയുടെ പണിയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് പൊറോട്ടയുടെ ഭാഗത്തേക്ക് ഞാനില്ല കേട്ടോ, ഞാൻ ചുടാനായിട്ട് ഹെൽപ്പ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെയൊന്നും ഞാൻ നിൽക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ചിക്കൻ്റെയൊക്കെ എല്ലാ പരിപാടിയും കറി വെക്കലും പൊരിക്കലും ഒക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് ഒന്ന് ജ്യൂസ് അടിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ മുത്തുവിന് എന്ത് കിട്ടിയാലും ജ്യൂസ് അടിക്കണ സ്വഭാവമുണ്ട്. അപ്പോൾ അത് ഈത്തപ്പഴം കൂടിയിട്ട് അടിക്കാം, പച്ചമാങ്ങ പുളി ഉണ്ടാവില്ലേ, അപ്പോൾ ഈത്തപ്പഴം കൂടി അടിക്കാമെന്ന് പറഞ്ഞിട്ടാണ് ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിരുന്നത് കേട്ടോ.
അപ്പം അങ്ങനെ ഇതേ നമ്മുടെ മാങ്ങ കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈത്തപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈത്തപ്പഴം പെട്ടെന്ന് ജ്യൂസ് അടിക്കുമ്പോൾ ഒത്തിരി വെള്ളത്തിലിട്ട് വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു കട്ട അങ്ങനെ പോവാത്ത അടിയാത്ത പോലെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സർ ചെറിയ ഗ്രൈൻഡർ പോലത്തെ ഇല്ലേ, അപ്പോൾ അതിലിട്ടിട്ടൊന്ന് ഈത്തപ്പഴം നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ആദ്യം തന്നെ. എന്നിട്ട് അതാണ് കേട്ടോ ജ്യൂസിൻ്റെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അടിച്ചെടുത്ത്. അല്ലെങ്കിൽ ഒരു ഇത്തിരി നമ്മൾ എത്ര അടിച്ചാലും ഈ ജ്യൂസിൻ്റെ അടിയിൽ ഇങ്ങനെ കട്ടായിട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ അടിച്ചവർക്കുള്ളവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ അത് മിക്സ്ഡായിട്ട് അടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പാലും പിന്നെ കുറച്ച് പഞ്ചസാരയും വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് കേട്ടോ പിന്നെയാണ് മാങ്ങ ഇട്ട് കൊടുത്ത് അടിച്ചെടുത്തത്. സംഭവം എന്തായാലും അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ആൾക്ക് ഇങ്ങനത്തെ ജ്യൂസ് അടിക്കണമൊക്കെ ഭയങ്കര കാര്യം. ഞാനും പിന്നെ സപ്പോർട്ട് ചെയ്യാൻ, കാരണം നമുക്കും ചുളിവില്ലാതെ ഒരു ഇതിൽ നമുക്ക് ജ്യൂസ് കുടിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നടന്ന് പോയിട്ട് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നല്ലോ, അപ്പോൾ അതിൻ്റെ ക്ഷീണം തീർക്കാൻ വേണ്ടി ആളൊന്ന് ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയതാണ്. സംഭവം പുളിന്ന്. അപ്പോൾ ഞങ്ങൾക്കും അത് കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ് തോന്നി കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതേ നമ്മളെ പൊറോട്ടക്കുള്ള മൈദ കുഴക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സ്റ്റൈല് കാണാൻ വലിയ ഷെഫിൻ്റെ പോലെയുണ്ട്. തലയിലും തോർത്തൊക്കെ തോളത്തൊക്കെ തോർത്തൊക്കെ കെട്ടി അടിപൊളിയായിട്ട് വന്നിക്കണം മൂപ്പര്. പക്ഷെ സംഭവം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് ഒട്ടറിയില്ല അതെന്താ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ദിയ അടുത്തുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണത് കേട്ടോ. ആൾ ഭയങ്കര ഇതിലൊക്കെ ചെയ്തു. പക്ഷേ എന്താ പറയുക, കുറച്ച് വെള്ളമൊക്കെ കൂടിയിട്ട് ആകെ കൊളായിട്ട് നിന്ന്. പിന്നെ കുറേ പൊടിയിട്ടിട്ടാണ് അത് സെറ്റായി ഒന്ന് കിട്ടി കേട്ടോ. പിന്നെ അതിൽ കോഴിമുട്ട ആഡ് ചെയ്യുന്ന അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അന്ന് ഓക്കെ എന്നൊരു കോഴിമുട്ട ഇട്ട് കൊടുക്കാൻ പറഞ്ഞിട്ട് കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും കുറേ വെള്ളം ഒക്കെ ആയെങ്കിലും കുറച്ചൊക്കെ മൈദൊക്കെ ഇട്ട് അവസാനം ഫൈനലി സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് അത്രയും നേരം അതൊന്ന് സെറ്റായി കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അടുപ്പത്ത് തന്നെ വെക്കാം, പൊറോട്ടയ്ക്ക് എന്നാലും അടുപ്പത്ത് വെക്കണമല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെ ഞാനെന്നാൽ ചിക്കൻ പൊരിച്ചെടുക്കട്ടെ, ഏതായാലും കത്തിക്കല്ലേ എന്ന് കരുതിയിട്ട് ഞാൻ അടുപ്പത്ത് അത് കത്തിക്കാൻ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ റയറായിട്ടോ അടുപ്പത്ത് എന്തെങ്കിലും വെക്കുള്ളൂ. ഓൾമോസ്റ്റ് എല്ലാ സംഭവങ്ങളും ഞാൻ ഗ്യാസും തന്നെ വെക്കുന്നത്. പിന്നെ പൊറോട്ടയ്ക്ക് നമ്മൾ വലിയ കല്ലൊക്കെ വെച്ചിട്ട് 2-3 ഇടണമെന്നുണ്ടെങ്കിൽ ഗ്യാസിനേക്കാളും കുറച്ച് എളുപ്പം അടുപ്പല്ലേ. അപ്പോൾ അത് കരുതിയിട്ട് ഞാനങ്ങനെ അടുപ്പത്ത് വെച്ചു. അപ്പോൾ പിന്നെ ആ ചട്ടി മുന്നേ തന്നെ പൊറോട്ട ഉണ്ടാക്കുന്ന മുന്നേ നമ്മൾ ചിക്കൻ പൊരിച്ചെടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചിക്കൻ കായം പറ്റിയിട്ട് അടിപൊളി സ്മെല്ലാണ്. സെറ്റാക്കി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എണ്ണ ചൂടായപ്പോൾ ഞാനത് ഓരോന്നെടുത്ത് വറുത്ത് കോരുന്നുണ്ട്. പിന്നെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്. അതുപോലെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് വീഡിയോ കാണാം. ലൈക്ക് ചെയ്ത് വീഡിയോ കാണുന്നതിനനുസരിച്ച് നമുക്ക് വീഡിയോ റീച്ച് ആവുള്ളൂ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ പിന്നെ ഇപ്പോൾ അടുത്തായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വയ്യ, സുഖമില്ലാത്തതിൻ്റെയും ഹോസ്പിറ്റലിൽ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഓരോ കേസ് കാരണമാണ്. സംഭവം വീഡിയോ ഇടാതിരിക്കുമ്പോൾ ഒന്നുകൂടി ഡൗൺ ആയി പോകുള്ളൂ എന്ന് എനിക്കറിയാം. പക്ഷേ സിറ്റുവേഷൻ തീരെ ഓക്കെ അല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സപ്പോർട്ട് എല്ലാവരുടെയും ഉണ്ടാവണം. അപ്പോൾ ഇതേ ഇവിടെ ദിയമോള് കണ്ടില്ലേ, അത് നമ്മളെ മാവൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ബോളാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആൾ നോക്കിയെന്ന് കണ്ട് പഠിക്കുകയാണ് സത്യം പറഞ്ഞാലായിട്ട്. കാരണം ആൾക്കിന്ന് ഒറ്റയ്ക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇല്ല കേട്ടോ. പക്ഷെ ചെയ്ത് നോക്കാമെന്നുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. അത് മതിയല്ലോ, അതാണ് എല്ലാവർക്കും വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് നോക്കാമെന്ന് വേണ്ടിയിട്ടാണ്. തീരെ പ്രതീക്ഷയില്ലാതെ ഒരു പൊറോട്ടയുടെ നമ്മൾക്ക് ഇങ്ങനെ സെറ്റായി വന്നിട്ടാണ്. എന്തായാലും ആൾ കുറേയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വലിയ പ്രശ്നമില്ലാണ്ട് ഇതായിപ്പോയി. പിന്നെ ദിയാക്ക് അറിയുന്ന കാരണം പിന്നെ വലിയ കുഴപ്പമില്ലല്ലോ. എനിക്കിട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ചെയ്യാത്തത് കൊണ്ട് എനിക്കിതിനെ പറ്റുമോ ഒട്ടും അറിയില്ല കേട്ടോ. ഒന്നും ചെയ്യാറില്ല. ഞാൻ അവർ വീട്ടിൽ ആരിലൊക്കെ ചെയ്യുമ്പോൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതൊരു ചുടാനൊക്കെ ആയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. അല്ലാതെ കുഴക്കാനോ ഇതാക്കാനോ ഒന്നും ഞാൻ നിൽക്കാറില്ല. അപ്പോൾ ഇതിനിവിടെ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അടിപൊളി ചിക്കനാണ്. ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. നല്ല ടേസ്റ്റ്. നമ്മൾ തന്തൂരി ചിക്കൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ. മസാല ഇതാക്കുമ്പോൾ നല്ല സ്മെല്ല് വരുന്നുണ്ട്. അപ്പോൾ അതിവിടെ ഏകദേശം ഒക്കെ ഇങ്ങനെ മുരിഞ്ഞെടുത്തിട്ട് ഞാൻ പാത്രത്തിലിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് അധികം ലെങ്ത് ഒന്നുമില്ല, ചെറിയ വീഡിയോ ആണ്. ഒരു ഈവനിങ്ങിൽ ഞങ്ങൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ.
അപ്പോൾ അതെ പിന്നെ കാലൊന്നും ഇവിടെ കട്ട് ചെയ്യണ ആർക്കും വലിയ ഇഷ്ടമല്ല, മോനക്ക് വലിയ ഇഷ്ടമല്ല. മോനക്ക് ചിക്കൻ കാലൊക്കെ അങ്ങനെ തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ള പീസൊക്കെ ഞാൻ ചെറുതാക്കിയിട്ടുണ്ടായിരുന്നു, കാലൊന്നും അങ്ങനെ ചെറുതാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ ബാക്കിയും കൂടെ ഞാൻ പൊരിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിവിടെ മോളെ നമ്മളെ മാവ് ബോൾ എടുത്തിട്ട് പരത്തുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് ആളൊക്കെ നോക്കി നിൽക്കുകയാണ് ഇതൊക്കെ ഇങ്ങനെ എന്താണെന്നുള്ളതായിട്ട്. അപ്പോൾ അവൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ താത്താരുടെ വീട്ടിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് പൊറോട്ട ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ അളിയനാണ് അതിൻ്റെ എക്സ്പേർട്ട്. പിന്നെ അളിയനെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ട് ദിയമോളുണ്ടാവും. അപ്പോൾ പിന്നെ അവർക്കിത് ചെയ്തിട്ടുള്ള നല്ല പരിചയമുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാറില്ല. ഞാൻ കുറേ മുന്നേ ഈ നൂൽ പൊറോട്ട ഉണ്ടാക്കില്ലേ, അത് ഇതുപോലെ പരത്തിയിട്ട് കുറച്ചൊക്കെ ഇങ്ങനെ നന്നായിട്ട് പരത്തിയെടുക്കുന്നിട്ട് നൈഫ് വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇതാക്കി മതിയല്ലോ. അപ്പോൾ ചെറിയ ചെറിയ നൂല് പോലെ ആക്കിയിട്ട് വരും. അപ്പോൾ അതാകുമ്പോൾ ഇങ്ങനെ വീശം ഇതാക്കൊന്നും വേണ്ട. അതെനിക്ക് അറിയാത്തതുകൊണ്ട് അങ്ങനെ തട്ടിക്കൂട്ടായിട്ടുള്ള പൊറോട്ടയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. പക്ഷേ ഇങ്ങനത്തെ സംഭവമൊന്നും എനിക്കും കൂടി അറിയില്ല ഒന്നും ചെയ്യാനായിട്ട്. അപ്പോൾ അതേ അവർക്കത് നമ്മളിത് കുറച്ച് ദിവസം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആ ഒരു എക്സ്പീരിയൻസ് ആവും. അപ്പോൾ ഞങ്ങൾ ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ താത്തായുടെ വീട്ടിലെപ്പോഴും മിക്കവാറും വൈകിട്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പൊറോട്ട എന്തെങ്കിലും ചിക്കനൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ പൊറോട്ട എന്ന് പറയും. അപ്പോൾ അത് കണ്ടിട്ട് ആളിവിടെ ആക്കി നോക്കുന്നത്. പക്ഷേ പ്രതീക്ഷ അത്ര അങ്ങോട്ട് സെറ്റായി വന്നില്ല കേട്ടോ. എന്നാലും ഒരു ഇതൊക്കെ ചെറുതായിട്ട്, പിന്നെ ഫസ്റ്റ് ട്രൈ അല്ലേ, അപ്പോൾ കുറേ പാളി പോവില്ലേ, അങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ ഒപ്പിക്കാം അത്ര തന്നെ. എന്നാലും റെഡി ആയിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് രണ്ടുപേരുടെയും കുറേ സമയത്ത് കഠിനമായ പ്രയത്നം കൊണ്ട് ഇവിടെ നമ്മളെ പൊറോട്ടയുടെ ഇതൊക്കെ എല്ലാം സെറ്റായി വെച്ചിട്ടുണ്ട്. ഞാൻ പോകെ കാണണം. ചെറുതായി പോയി കോയിൻ പൊറോട്ട മതി. അത് അവിടെ നിൽക്കാണല്ലേ, അവിടെ അങ്ങനെ നിൽക്കണം ഒരാൾ മതി. അപ്പോൾ ദേ ഫൈനലി എല്ലാം ഞാൻ ചുടുമ്പോൾ വന്നിട്ട് എൻ്റെ അടുത്ത് നിന്ന് മുത്ത് വന്ന് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയുള്ള വീഡിയോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. അതുപോലെ പുതിയ ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.